ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കറി, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഇതേപോലെ ഒരു കറി വയ്ക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു മൺചട്ടി വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ചൂടായതിന് ശേഷം ലോവിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-12 ഉലുവ. അപ്പോൾ എല്ലാത്തിൻ്റെ അളവ് ഒരു ചെറിയ രീതിയിലാണ് കേട്ടോ, ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും ചെറിയ അളവിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള കടുകൊന്ന് പൊട്ടി വന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 2 വറ്റൽമുളക്, പിന്നെ നമുക്കൊരു 10-15 വെളുത്തുള്ളി. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമുക്കൊരു 2 ടീസ്പൂൺ അളവിലുള്ള ഉഴുന്ന്, അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്, അതും കൂടി ചേർത്തിട്ട് കൂടെ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള ഉള്ളിയാണ്. അപ്പോൾ ഒരു കപ്പ് അളവിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-30 എണ്ണം ഏകദേശം വരും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10 കാഷ്നട്ടാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം നമുക്ക് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാനും കൂടി ഇങ്ങനെ ചേർത്താൽ എല്ലാനും പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഉഴുന്നൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് എല്ലാം പെർഫെക്റ്റായിട്ട് ഉള്ള, ഇപ്പോൾ ഉള്ളിയാണെങ്കിലും നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. എല്ലാനും പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അല്പം കായത്തിൻ്റെ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഇല്ല കേട്ടോ, അതിലും താഴെയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ആ മഞ്ഞൾപ്പൊടി ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് സാമ്പാർ പുളിയാണ്. അപ്പോൾ അതൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള, ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3/4 കപ്പ് അളവിലുള്ള നല്ല ചൂടുള്ള വെള്ളം, തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ, അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കുക. അതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ 1 മിനിറ്റ് നേരം നമുക്ക് ഇതേപോലെ ആ പുളി ഒഴിച്ചതിന് ശേഷം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ശർക്കരയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ പുളിയും ആ എരിവും ഉപ്പും എല്ലാം കൂടി, ആ മധുരവും ചെറിയ മധുരമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാവരും കൂടി നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. കണ്ട, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കറിയുടെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നല്ല അടിപൊളി പെർഫെക്റ്റായിട്ട് നമുക്കിത് ഈ കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കറി ഉണ്ടാക്കിയാൽ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.